അല്ലെ? ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാല് നമുക്ക് ബിസിനസ് ഓണേഴ്സിന് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും തിരിച്ചറിവിലൂടെ നമ്മുടെ എല്ലാവരുടെയും ബിസിനസ് ഒരുമിച്ച് പഠിക്കുക, ഒരുമിച്ച് വളരുക എന്നുള്ള ആ ഒരു ആശയവുമായിട്ട് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഷാഫി സാറിന്റെ ഒരു ആഹ് ആ എല്ലാവർക്കും ഓരോ പർപ്പസ് ഉണ്ടാവും ലൈഫില്. അപ്പൊ ഷാഫി സാറിന്റെ ബിസിനസ് ലൈഫില് ഒരു പർപ്പസ് കൂടിയാണ് മറ്റു ബിസിനസ് ഓണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നടത്തി വരുന്ന നമ്മുടെ ഈ ഫ്രീ വെബിനാറിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ എന്റെ ഹാർട്ട്ഫുൾ ആയിട്ട് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. മാത്രമല്ല നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും കുറച്ച് കോഡ് ഓഫ് ഓണേഴ്സ് പറയാറുണ്ട്. നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്കണം. മാത്രമല്ല നമ്മളുടെ നമ്മളുടെ ബിസിനസ്സിന് എന്ത് വേണം എന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അത് അപ്പോൾ തന്നെ നോട്ട് ചെയ്യുകയും എന്നിട്ട് ഇതിപ്പോ നമ്മളൊരു ഫാമിലി പോലെ എല്ലാ ആഴ്ചകളിലും ഈ ഒരു സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സെഷനിലും നിങ്ങൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എന്താണ് ബിസിനസ്സിൽ മാറ്റം വരുന്നത് അത് നമ്മളോട് ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത് മാത്രമല്ല നിങ്ങൾക്ക് Q&A സെഷനും കൂടെ ഉണ്ട്. അത് നമ്മുടെ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലോട്ട് അതായത് നമ്മുടെ ഇന്നത്തെ സെഷൻ വരുന്നത് ബിസിനസ് ഓൺ ഓട്ടോ പൈലറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട് അമേസിംഗ് ആയിട്ടുള്ള ഒരുപാട് തിരിച്ചറിവുകളാണ് ഷാഫി സാർ നമുക്ക് വേണ്ടി നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്ങോട് കൂടി ഷാഫി സാറിനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ. താങ്ക് യു ഷബിന, താങ്ക് യു. എന്താണ് എല്ലാവർക്കും സുഖല്ലേ? നമ്മള് ജീവിതത്തില് നമ്മൾ സമ്പാദിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ? സമ്പാദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പൊ ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരം നമുക്ക് ഉയർത്തണം. നമുക്ക് ടെൻഷൻ ഇല്ലാതെ സമ്പാദിക്കുന്ന ക്യാഷ് മുഴുവൻ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് റീഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ കഴിയണം അല്ലെ? ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? അതായത് ഒരു ബിസിനസ് ഓണർ എന്ന് പറയുന്നത് ഒരു വിഷണറിയാണ് അല്ലെ? ഒരു വിഷണറി. നമുക്ക് ഒരുപാട് വിഷൻ ഉണ്ടായിരിക്കും. ആ വിഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് ആ പ്രോഫിറ്റ് കൊണ്ട് നമ്മൾ സുന്ദരമായിട്ട് ജീവിക്കുന്നു. എങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ പോകുന്നു, അങ്ങനെ പല രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നു, അമേരിക്കയിൽ പോകുന്നു, ദുബൈയിൽ പോകുന്നു, അല്ലെങ്കിൽ പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ ബിസിനസ്സിന് ഒരു കോട്ടവും പറ്റുന്നില്ല. നമുക്ക് സുന്ദരമായിട്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമുക്ക് കിട്ടേണ്ട വരുമാനം, നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വീണുകൊണ്ടേയിരിക്കുന്നു. എത്ര സുന്ദരമായ സ്വപ്നം അല്ലെ? ഇതൊരു നടക്കുന്ന ഒരു സംഭവമാണ് ഈ ലോകത്ത്. എന്നാൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഒന്ന് മാറിയിരുന്നാൽ, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നാൽ അപ്പത്തിന് കോള് വന്നു, സാർ ഇതിന് എത്രയാണ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്, ഇതിന് എത്രയാണ് വില, ഇതെന്താണ് വില, ഇതിനെന്താണ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് വിൽക്കേണ്ടത് എന്നുള്ള 100 ചോദ്യങ്ങളുമായിട്ട് ഡൈനിങ് ടേബിളിൽ പോലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ, സുഗമമായിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതാണോ ബിസിനസ്? ഇത് ബിസിനസ് മാൻ, അത് ബിസി മാൻ ആണ്. നമ്മളൊരു ബിസി മാൻ ആണോ? അല്ല. നമ്മൾ എന്താണ്? നമ്മൾ ബിസിനസ് മാൻ ആണ് നമ്മൾ. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന വരുമാനം നമുക്ക് ആസ്വദിച്ച് ജീവിക്കണമെങ്കിലും ആസ്വദിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രയാസവും ഇല്ലാതെ, പല ആളുകളും പറയും എന്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് ആകെ വയസ്സനായി, എന്താ കാര്യം? ചിന്തിച്ചും കൊണ്ട് ആകെ ചിന്തിച്ച് തലക്കൊക്കെ ഭ്രാന്തായി, എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഇട്ട് എറിഞ്ഞ് ഓടാനും പറ്റുന്നില്ല, ഇത് മതി അവസാനിപ്പിക്കാനും പറ്റുന്നില്ല, നടുക്കടലിലാണ് ഓരോ ബിസിനസ്സുകാരും. അതുകൊണ്ട് ഇതിനെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് ലോകം നമ്മുടെ മുന്നിലേക്ക് ഇത് ഓട്ടോ പൈലറ്റ് മോഡൽ, ഓട്ടോമേഷൻ മോഡൽ നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. ബിസിനസ് സർവീസ് സെക്ടർ ആവട്ടെ, നമ്മുടെ ബിസിനസ് സെയിൽസ് സെക്ടർ ആവട്ടെ, അങ്ങനെ എന്താവട്ടെ, ഇതിനെല്ലാം നമുക്കൊരു ഓട്ടോമേഷൻ മോഡൽ ഉണ്ട് നമ്മുടെ ബിസിനസ് നമ്മുടെ മുന്നിലേക്ക്. ഇത് പല ആളുകൾക്കും ഇത് അറിയില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മളൊന്ന് മാറിയിരുന്നാൽ എന്റെ പ്രോഫിറ്റ് കുറയോ, അല്ലെങ്കിൽ എന്റെ കസ്റ്റമർ എന്നിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള പേടിയാണ് അല്ലേ? നമ്മളൊന്ന് മാറിയിരുന്നാലും നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ കസ്റ്റമർ നമ്മളെ വിട്ടു പോകുമോ? അതായത് പല ആളുകളും ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിലായിരിക്കും നമ്മുടെ സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സ്വീകരിക്കാൻ വരുന്നുണ്ട്. അതായത് സാബ്ജി എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം സാബ്ജിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ സാഫിക്കൊക്കെ ഒന്ന് വിളിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരും അല്ലേ? ഞാനതൊക്കെ അവസാനിപ്പിച്ചിട്ട് കുറെ കാലമായി. എനിക്ക് വിളിച്ചാലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്തും കൊണ്ട് നമ്മൾ അതിനെ നേരെ ഓട്ടോമേഷൻ മോഡലിലേക്ക് വിടാറുണ്ട്. അപ്പൊ ഈ വിടുമ്പോഴൊക്കെ നമ്മുടെ ബിസിനസ്സിനെ
വല്ല കോട്ടം സംഭവിക്കുമോ, നമുക്കൊരു പേടിയാണ്. നമ്മളില്ലെങ്കിലും, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അടിയിൽ പോകുമ്പോൾ, നമ്മളെ കോമ്പറ്റേറ്റർ നമ്മളെ ബിസിനസ് എടുത്തുകൊണ്ട് പോകുമോ, നമുക്ക് ബിസിനസ്സിലെ താഴ്ചകൾ സംഭവിക്കുമോ എന്നുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വിപരീതമായിട്ട് നമ്മുടെ ബിസിനസ്സിന് നമ്മളില്ലെങ്കിലും ഒരു കോട്ടവും സംഭവിക്കില്ല എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ഉറപ്പിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ഓട്ടോമേഷൻ മോഡലിൽ ബിസിനസ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്രോഫിറ്റ് വേണം എന്നുള്ള കാര്യം മറക്കരുത്. പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ് ആണ് എങ്കിൽ നിങ്ങൾ അതിലേക്ക് ഓട്ടോമേഷനിൽ പോകുമ്പോൾ പോലും ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ഈ നിരന്തരം ഞാൻ മുന്നേ നമ്മൾ ഒരു മീറ്റിംഗിൽ പറയുന്നത്, നമ്മൾ കിട്ടുണ്ണി സർക്കസ് ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കിട്ടുണ്ണി സർക്കസിന്റെ ഒരു ഉദാഹരണം, ബിസിനസ്സിലുള്ള ഒരു ഉദാഹരണം, വളരെ പ്രസക്തമായ ഉദാഹരണമാണ്. അതായത് കിട്ടുണ്ണി തന്നെയാണ് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നത്, കിട്ടുണ്ണി തന്നെയാണ് കസേരൊക്കെ തുടച്ചിടുന്നത്, കിട്ടുണ്ണി തന്നെയാണ് ഊഞ്ഞാലാടുന്നത്. ഇതൊക്കെ കഴിച്ചിട്ട് ആളുകളെ പുറത്തേക്ക് ഇറക്കുന്നു. കിട്ടുണ്ണിയാണെന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്താണ്, നമ്മളാണ് ഇതൊക്കെ ആ ഒരു ക്യാഷ് കൗണ്ടറിന് മുന്നിൽ ഇരുന്നിട്ട് നമ്മളാണ് കസ്റ്റമറെ വെൽക്കം ചെയ്യുന്നത്, നമ്മളാണ് പർച്ചേസ് ചെയ്യുന്നത്, പർച്ചേസ് അടിച്ചു കയറ്റുന്നത്, പർച്ചേസ് വിൽക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ നമ്മൾ നിർദ്ദേശം കൊടുക്കും, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ. നമുക്കൊന്ന് അവിടുന്ന് ഇറങ്ങി ഒരു വിവാഹത്തിൽ പോലും സുന്ദരമായിട്ട് പങ്കെടുക്കാൻ നമുക്കൊന്നും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷന് വിളിച്ചാൽ പോലും നമുക്ക് ആദ്യമാണ് എന്റെ ബിസിനസ് എനിക്ക് വിട്ടു വരാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു ബിസിനസ് മാൻ എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും, നമുക്ക് ഇന്ന് നമ്മൾ മരിച്ചു പോയാലും, അതാണല്ലോ ഏറ്റവും വലിയ ഘടകം. ഒരു ഗ്യാരണ്ടിയും ഇല്ല നമ്മുടെ ബിസിനസ്സിന്. നമ്മളെന്ന വ്യക്തിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ബിസിനസ്സിന് പിന്നെയും ഗ്യാരണ്ടി ഉണ്ട്. നമുക്ക് നാളെ നേരം വെളുത്താൽ നമ്മൾ എണീക്കുമോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഇന്ന് റോഡുകളിലാണ്. അതായത് നമ്മുടെ ബിസിനസ്സിലാണ്. നമ്മൾ ഓരോ ടൗണിലും കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ആർക്കും ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. എങ്ങനെയാണ്? നമ്മുടെ വൈഫിന് അറിയില്ല, നമ്മുടെ മക്കൾക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന് അറിയില്ല, അനിയനറിയില്ല, ആർക്കും അറിയില്ല നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ട്, നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടാനുണ്ട്. ഇനി ഞാൻ ആ സീറ്റിൽ ഇല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ നടക്കും, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കോടിക്കണക്കിന് രൂപ, ഈ മാർക്കറ്റിൽ കിടക്കുന്ന കോടിക്കണക്കിന് രൂപ ഞാൻ ഇത് എങ്ങനെ സംരക്ഷിക്കും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ബിസിനസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ സംരംഭകനും കൃത്യമായിട്ട് വിലയിരുത്തുകയും അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് നാളെ ഞാൻ ഇല്ലെങ്കിലും, നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ ബിസിനസ്സിന് ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് വരുത്തുകയുമാണ് ഒരു യഥാർത്ഥ ബിസിനസ്മാന്റെ ചുമതല എന്ന് പറയുന്നത്. കാര്യം നാളെ നമുക്ക് പല കാര്യത്തിലേക്കും ഇറങ്ങേണ്ടി വരും, പല കാര്യത്തിനും പോകേണ്ടി വരും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി തീരുമ്പോൾ നമ്മുടെ അസറ്റ് നമ്മൾ എന്ത് ചെയ്യും? നാളെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നമുക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല, കോള് വരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അതിന് വില പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു എങ്കിൽ നമ്മൾ ഇല്ലാത്തൊരു കാലത്ത് ഈ ബിസിനസ് എങ്ങനെയായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക? അതാണ് ബിസിനസ് ഓട്ടോമേഷൻ, ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത്, ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപാട് ബിസിനസ്സുകൾ ഓട്ടോമേഷൻ മോഡലിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മളെ എന്താ പറയാ, ഒരുപാട് സുഡിയോ, അതുപോലെ തന്നെ അങ്ങനെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് സ്ഥാപനങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഓട്ടോമേഷൻ ലെവലിലാണ്. ഇതിന് ഓരോ സ്ഥാപനത്തിലും ഒരു മാനേജർ ഉണ്ടായിരിക്കും, അതിന്റെ അണ്ടറിൽ ഒരു അക്കൗണ്ടന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ABM അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ഉണ്ടായിരിക്കും, അതിന്റെ ഇടയിൽ കുറെ സെയിൽസ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. ഈ സെയിൽസ് സ്റ്റാഫ് ABMനെ റിപ്പോർട്ട് ചെയ്യും, ആ റിപ്പോർട്ട് മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യും. മാനേജറാണ് പിന്നീട് എന്ത് ചെയ്യുക, അതിന്റെ മേലെ GMലേക്ക് റിപ്പോർട്ട് ചെയ്യുക, GM ആണ് പിന്നെ അവിടെ നിന്ന് വിഷണറിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ബിസിനസ് നടന്നു പോകുന്നത്. ലോകത്തുള്ള എല്ലാ ബിസിനസ്സും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു പോകുന്നത്. ഇതിന് പകരം നമ്മളിപ്പോ ബിസിനസ് ഓണർ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് ഓണർ അല്ല, നമ്മളൊരു മാനേജറാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മാനേജറാണ്. കാരണം നമ്മൾ മാനേജറായി നിന്നുകൊണ്ട് നമ്മൾ എല്ലാവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, എല്ലാം നമ്മളാണ്. ഒന്നും നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല. വിട്ടുകൊടുത്താൽ ഒന്നില്ലെങ്കിൽ എന്റെ സ്റ്റാഫ് പുതിയ സ്ഥാപനം തുടങ്ങും എന്നുള്ള പേടി, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇതൊക്കെ കൂടി കൊണ്ടുപോകും എന്നുള്ള പേടി, എല്ലാം കൊണ്ടും നമുക്കൊരു പേടിയാണ്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇതൊക്കെ സംഭവിക്കും. ഈ ആദിയും ഈ പേടിയും ഒക്കെ നമ്മൾ ഈ ലോകത്ത് ഇല്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കും. അപ്പൊ അതിന് മുന്നേ തന്നെ നമുക്ക് എത്ര ആളുണ്ടായിക്കോട്ടെ, ആരെന്ത് സ്ഥാപനം തുടങ്ങിക്കോട്ടെ, നമ്മളിൽ നിന്ന് പഠിച്ചിട്ട് വേറൊരാൾ സ്ഥാപനം തുടങ്ങട്ടെ, ഇതിനൊന്നും തടയാൻ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നമുക്ക് സാധ്യമല്ല. തുടങ്ങുന്നവർ തുടങ്ങട്ടെ, നോ പ്രോബ്ലം. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.
മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ആദിയും പേടിയും വേജാറും ഒക്കെ എന്താന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റാഫ് നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചു പോയി കഴിഞ്ഞാൽ അവൻ നമ്മളെ കൊണ്ട് പോകുമോ, അല്ലെങ്കിൽ അവൻ തൊട്ടടുത്ത് തന്നെ വേറൊരു ബിസിനസ് തുടങ്ങുമോ, ഇതിനെ ഒന്നും തടുക്കാൻ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നമുക്ക് സാധ്യമല്ല. ഇനി അങ്ങനെ തുടങ്ങുന്നവർ അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളും കൂടി ഒരു ഷെയർ കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുക. ബിസിനസ് അവിടെ തുടങ്ങട്ടെ, നമ്മൾ നല്ല കഴിവുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോ ജോലി ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ, അവരെക്കാൾ മികച്ച ഒരാളായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. എങ്ങനെ, ഇപ്പൊ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളേക്കാൾ മികച്ച ഒരാളായിരിക്കും ഇനി നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ധാരണ ഇപ്പോഴും എന്താണ്, എന്റെ കൂടെ ഉള്ള ആൾ ഇപ്പൊ നാളെ പോവും, മറ്റന്നാ പോവും, ഇവനിപ്പോ നമ്മൾ എന്താ പറയാ, എന്ത് പറഞ്ഞാലും അവൻ പറയുന്നതൊക്കെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് നമ്മൾ നടക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവൻ പറയുന്നു, അവൻ ഇന്ന് നേരം എടുത്തിട്ട് ഞാൻ ഇന്ന് ലീവാട്ടാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക്. നോ, ഇങ്ങനെയല്ല ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഒരു SOP ഉണ്ട്. ആ SOPക്ക് അനുസരിച്ച് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിനനുസരിച്ചാണ് നമ്മളെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സീറ്റിൽ നമ്മളെ തൊട്ട് താഴെ തട്ടിലിരിക്കുന്ന സീറ്റിൽ പല ആളുകളും വന്നിട്ടും പോയിട്ടും ഒക്കെ വരും. ചില ആളുകൾ നാളെ റിസൈൻ ചെയ്യും, പുതിയ ആൾ ജോയിൻ ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ബിസിനസ് സുന്ദരമായിട്ട് നടന്നു പോകും. അത് ആ സ്ക്രിപ്റ്റ് അവിടെ ഉണ്ട്. എന്താണ് ഒരു GM, ഒരു ജനറൽ മാനേജർ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യാനുള്ള SOP, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, കൃത്യമായിട്ട് നമ്മൾ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും. എന്താണ് ഒരു ജനറൽ മാനേജറുടെ ഡ്യൂട്ടി? തൊട്ടടുത്ത് നമുക്ക് എന്തുണ്ട്, ഒരു മാനേജർ പോസ്റ്റിലേക്ക് ആൾക്കാരുണ്ടാവും അല്ലെ, ഈ മാനേജറുടെ ഡ്യൂട്ടി എന്താണ്, എന്തൊക്കെയാണ് ഈ മാനേജറുടെ ഡ്യൂട്ടി? ഈ മാനേജറുടെ ഡ്യൂട്ടി നമ്മൾ എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്ത് വെക്കും. നമ്മളെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓട്ടോമേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ ആദ്യം ആസ് എ ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടുണ്ടാവും. ഈ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഈ ഓട്ടോമേഷനിൽ നമുക്ക് ഇവിടെ ഒരു GM ഉണ്ടെങ്കിൽ GM-ന്റെ അണ്ടറിൽ എന്തൊക്കെയാണ്, ഈ മാനേജറിന്റെ അണ്ടറിൽ 1 2 3 4 1 2 3 4 5 ഇങ്ങനെ ഇദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടി എന്തൊക്കെയാണ്, മാനേജർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെക്കും. ഈ മാനേജർ മാറി വേറൊരു പുതിയ മാനേജർ വന്നു കഴിഞ്ഞാൽ ഈ മാനേജർക്ക് നമ്മൾ ഈ ഒരു പേപ്പർ എടുത്ത് കൊടുക്കും. ഇത്രയാണ് നിങ്ങളുടെ ഡ്യൂട്ടി, ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി, ഈ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ ഡ്യൂട്ടി ഇവിടേക്ക് റിപ്പോർട്ട് ചെയ്യുക, GM-ന് റിപ്പോർട്ട് ചെയ്യുക. GM ഈ റിപ്പോർട്ട് എല്ലാം കൂടി എന്ത് ചെയ്യും, വിഷണറി എന്നുള്ള നിലക്ക് ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് മാനേജറാണ്. മാനേജറിന്റെ അണ്ടറിൽ ഒരുപാട് ഡ്യൂട്ടികൾ ഉണ്ടാവും. ഈ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് ഒരു പേപ്പറിലേക്ക് എഴുതുക. അത് കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ മാനേജറുടെ ടേബിളിന്റെ മുന്നിൽ തന്നെ ഒട്ടിച്ചു വെക്കാം. ഒരു ദിവസം മാനേജർ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണ്, എന്താണ് മാനേജർ നോക്കേണ്ടത്, ആ മാനേജർ GM ചെയ്യേണ്ട വർക്കുകൾ ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് GM-ന് നോക്കുന്നത്, അക്കൗണ്ട്സ് മുതൽ എല്ലാ കാര്യങ്ങളും. ഇവിടെ നിങ്ങളുടെ ഈ മാനേജറിന്റെ അണ്ടറിൽ ഒരുപാട് ടീമുകൾ വേറെ ഇരിക്കുന്നുണ്ടാവും. അതായത് ഇപ്പൊ ഒരു ഓഫീസിന്റെ ഒരു സിസ്റ്റം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു വിഷണറി ഉണ്ടാവും ഫസ്റ്റ്. അതിന്റെ അടിക്ക് സെക്കൻഡ് എന്ത് ചെയ്യാണ്, ഒരു GM ഉണ്ടായിരിക്കും. ഓക്കെ, ഈ GM-ന്റെ അടിയിലേക്ക് എന്താണ്, ഒരുപാട് പേര്, ഒരു മാനേജർ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ GM-ന്റെ അണ്ടറിൽ ചെറിയൊരു ഓഫീസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇവിടെ ഒരുപാട് പേരെ ഇവിടെ ഒരു അക്കൗണ്ടന്റ് ഉണ്ടായിരിക്കും അല്ലെ. സെക്കൻഡ് നമുക്ക് ഇവിടെ വെക്കാം, ഒരു സോഷ്യൽ മീഡിയയുടെ നമ്മൾ നോക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ, സോഷ്യൽ മീഡിയ നോക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അടുത്തത് എന്താണ്, ഒരു ഇൻവെന്ററിയുടെ ഒരാൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആള് ഈ GM-ന്റെ അണ്ടറിൽ ഇങ്ങനെ വന്നു. പിന്നെ അടുത്തത് ഇവിടെ വരുമ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെ വേണം, ഒരു പർച്ചേസർ അല്ലെ, ഒരു പർച്ചേസർ ഇവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര പോസ്റ്റ് ഉണ്ടോ ഈ പോസ്റ്റ് ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ പോസ്റ്റ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ഈ പോസ്റ്റിലുള്ളവരെല്ലാവരും എന്ത് ചെയ്യണം, ഈ GM-ന്, ഈ ഓഫീസിന്റെ അകത്താണെങ്കിൽ, അതായത് ഈ ഓഫീസിന് പുറത്താണ് നമ്മുടെ സ്ഥാപനങ്ങൾ ഒന്നിച്ചു വരുന്നത്. എങ്ങനെയാണ് 1 2 3 4 എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ ഷോപ്പൊക്കെ വരുന്നത് 1 2 3 4 ഒരു 4 സ്ഥാപനം ഉണ്ടെങ്കിൽ ഈ 4 സ്ഥാപനത്തിൽ നിന്നും ഈ GM-ന്റെ അണ്ടറിലേക്ക് വരും. ഈ GM-ൽ നിന്ന് ഇവിടെ ഇനി ആ ഷോപ്പിന്റെ അകത്തേക്കുള്ളത് ഞാൻ വേറെ പറഞ്ഞുതരാം. ഇതൊരു ഓഫീസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു മാനേജറേയും കൂടി വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങളെ ബഡ്ജറ്റ് അനുവദിക്കുമെങ്കിൽ ഒരു മാനേജറെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം, ഈ ടീമുകൾ എല്ലാവരും ഈ മാനേജർക്ക് എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. ഇന്നത്തെ വർക്കിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്യും.
ഈ മാനേജർ എന്ത് ചെയ്യും, നേരെ GM റിപ്പോർട്ട് ചെയ്യും, GM എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യും. ഇതാണ് ബിസിനസിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞത്. നമുക്കൊരു കോളും വരാത്ത ഒരു ദിവസം നമ്മൾ സ്വപ്നം കാണുക എന്നുള്ളതാണ്. എനിക്കൊക്കെ വളരെ ബിസിനസ് സംബന്ധമായിട്ട് എനിക്ക് കോള് വരാറില്ല, വളരെ അപൂർവമാണ് ബിസിനസ് സംബന്ധമായിട്ട്. വേറെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഗവൺമെന്റ് ഇഷ്യൂസ്, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും പ്രയാസം വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു കോള് വരും. അല്ലെങ്കിലൊക്കെ എനിക്ക് റിപ്പോർട്ട് പ്രകാരം നമ്മൾ വാട്സപ്പിലേക്ക് ഇങ്ങനത്തെ എല്ലാ ദിവസവും, അതായത് ഇപ്പോൾ നമുക്ക് എത്ര സ്റ്റാഫ് ഉണ്ടോ ഈ എല്ലാ സ്റ്റാഫിനെയും നമുക്ക് മെഷർ ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ കൊണ്ട് എനിക്കിപ്പോ ഒരു 60ഓളം സ്റ്റാഫുകളുണ്ട്. ഈ 60-60ലധികം സ്റ്റാഫുകളുടെയും റിപ്പോർട്ട്സുകൾ അവർ ഇന്നലെ എത്ര രൂപയുടെ സെയിൽ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് ഒരു മണിക്കൂർ കൊണ്ട് ഈ 60 ആളിൽ മെഷർ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ഒരു സെയിൽസ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയാം. ഒരു സെയിൽസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഈ പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഒരു സോഫ്റ്റ്വെയറിന്റെ അണ്ടറിലേക്ക് ഈ പ്രൊഡക്റ്റ് എല്ലാം വരണം നിർബന്ധമായിട്ടും. ഒരു സ്ഥാപനത്തിൽ, നിങ്ങൾ സർവീസ് സെക്ടർ ഞാൻ വേറെ പറഞ്ഞുതരാം. ഇതൊരു നമ്മൾ പ്രൊഡക്ട്സ് വിൽക്കുന്നതിന്റെ അണ്ടറിലാണ് വരുന്നതെങ്കിൽ ഈ പ്രൊഡക്ട്സ് എല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ മൈനോട്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിനൊരു ബാർകോഡ് സിസ്റ്റം ആക്കി കൃത്യമായിട്ട് അതിനെ ഒരു സോഫ്റ്റ്വെയറിലേക്ക്, അതായത് നമുക്ക് ഒരുപാട് ERP സോഫ്റ്റ്വെയർ കിട്ടും, നമുക്ക് ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ കിട്ടും, ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിലെ സോഫ്റ്റ്വെയർ നമ്മുടെ ബിസിനസ്സിന് ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് അതിനെ കണ്ടെത്തിക്കൊണ്ട് അതിനെ കൃത്യമായിട്ട് സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ വരുത്തുക എന്നുള്ളതാണ്. അതായത് ഒരു വിഷണറിക്ക് എപ്പോഴും അവനക്ക് അറിയേണ്ട കാര്യം എന്താണ്, എത്ര രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട്, എത്ര രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് നിന്ന് നിലവിലുണ്ട് ഒന്നറിയണം അല്ലെ. ഒരു സ്ഥാപനം തുടങ്ങി ആ സ്ഥാപനത്തിൽ 2 കോടി 3 കോടി 10 കോടിയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു വിഷണറിക്ക് ഒറ്റ ക്ലിക്കിൽ ഇത്ര സ്റ്റോക്ക് നിന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്, ഇന്നത്തെ സെയിൽ അറിയണം അല്ലെ, സെയിൽസ് അറിയണം നമുക്ക് ഇന്നത്തെ. അത് ഒറ്റ ക്ലിക്കിൽ ഒരു വിഷണറിക്ക് ഒറ്റ ക്ലിക്കിൽ ഇന്ന് 1, 2, 10, 20 സ്ഥാപനം ഉണ്ടായിക്കോട്ടെ, 20 സ്ഥാപനം ഉണ്ടെങ്കിൽ 20 സ്ഥാപനത്തിലെയും ഒറ്റ ക്ലിക്കിൽ സെയിൽ എത്ര കിട്ടിയെന്ന് അറിയാൻ നമുക്ക് സാധിക്കണം. മനസ്സിലാവുന്നുണ്ട്, കൃത്യമായിരിക്കണം. അതായത് ഈ സ്റ്റോക്ക് നമ്മൾ സോഫ്റ്റ്വെയർ, പല ആളുകളും ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കുറെ സ്റ്റോക്കൊക്കെ പർച്ചേസ് ചെയ്യും, എന്നിട്ട് അത് കമ്പ്യൂട്ടറിൽ 2-3 ദിവസമൊക്കെ ഉറക്കൊഴിച്ച് അതിനൊക്കെ അടിച്ച് കയറ്റി കംപ്ലീറ്റ് സിസ്റ്റം ഒക്കെ കറക്റ്റ്, ഇൻവെന്ററി ഒക്കെ കറക്റ്റ് ചെയ്യും. ഇൻവെന്ററി ഒക്കെ കറക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ തിരക്കിൽ ആ സിസ്റ്റം പൊട്ടിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ്, ചില ആളുകൾക്ക് ക്യാഷ് വാങ്ങി വെച്ചിട്ട് സിസ്റ്റത്തിൽ കൂടെ സ്കാൻ ചെയ്യാതെ എന്ത് ചെയ്യും, ആ സാധനം എടുത്തിട്ട് കൊടുക്കും. ക്യാഷ് കിട്ടിക്കണം എന്നാ പ്രൊഡക്റ്റ് കൊടുക്കാം എന്നതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അടിച്ച് കയറ്റിയ ഒരു പ്രൊഡക്റ്റ് കമ്പ്യൂട്ടർ വഴിയല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. ഒരു ദിവസം നെറ്റ് ബ്ലോക്കായി അല്ലെങ്കിൽ കറണ്ട് ഇല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല എന്നാണ് പറയുക. അതായത് ഈ സ്റ്റോക്കിൽ നമുക്കൊരു 100 പീസ് സ്റ്റോക്ക് ഉണ്ടെന്ന് കൂട്ടാം. സോഫ്റ്റ്വെയറിനകത്ത് 100 പീസ് സ്റ്റോക്ക് ഉണ്ട്. ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് മൈനസ് ആകുമ്പോൾ 99 എണ്ണം കൃത്യമായിട്ട് കാണിച്ചു തരണം. അതായത് നമ്മൾ ഒരു വിഷണറി ചെന്നിട്ട് നമ്മളെ അടുത്ത് ഈ 100 സ്റ്റോക്ക് ഉള്ളത് നമ്മളൊന്ന് കൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. വിഷണറി നമ്മൾ എന്താണ്, നമ്മൾ ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ചെന്നിട്ട് ഈ 100 പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ എനിക്കൊരാഗ്രഹം. ഞാനിതൊന്ന് കൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ആദ്യം ഞാൻ പോയിട്ട് എന്റെ സോഫ്റ്റ്വെയറിൽ ഞാനിത് എത്ര പീസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്തു. സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു, 99 നമുക്ക് കാണിച്ചു തന്നു. ഞാനിതെന്റെ സെൽഫിൽ പോയി തിരയുമ്പോൾ ഇത് 99 കറക്റ്റ് ആയിരിക്കണം. ഇവിടെ ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ഈ മാനേജർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മാനേജർ അതിന് ഉത്തരവാദിയാണ്. ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ, ഒരെണ്ണം ഇവിടെ 99 എണ്ണം നമ്മുടെ എന്ത് ചെയ്യാണ് സോഫ്റ്റ്വെയറിലുണ്ട്, 98 ഉള്ളൂ. ഇവിടെ നമുക്ക് 98 പീസേ നമുക്ക് കിട്ടിയുള്ളൂ. ഒരെണ്ണം കുറവുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് എത്ര വെച്ചാൽ മാനേജർ നമുക്ക് തന്നേ പറ്റൂ. അതിനു മുന്നേ മാനേജർ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുകയും സ്റ്റോക്ക് ക്ലിയർ ആണെന്ന് അവനക്ക് മനസ്സിലാക്കി കൊടുക്കുകയും, ഇത് സ്റ്റോക്ക് ക്ലിയർ ആണ്, ഇത്ര ലക്ഷം രൂപയുടെ സ്റ്റോക്ക് നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കുകയും,
എന്നിട്ട് നമ്മൾ ഓഡിറ്റിങ്ങിന് തയ്യാറാവുമ്പോൾ ഇതിന് ഓഡിറ്റിംഗ് എന്നാണ് പറയുക. ഈ 100 പീസ് തരയാൻ പോകുന്നതിന് ഓഡിറ്റിംഗ് എന്നാണ് പറയുക. ആ ഓഡിറ്റിങ്ങിന് തയ്യാറാകുമ്പോൾ ഇവിടെ 99 പീസ് ഉണ്ട്, 98 പീസേ കിട്ടുള്ളെങ്കിൽ ഈ ഒരു പീസിന്റെ ക്യാഷ് ഈ മാനേജർ നിർബന്ധമായിട്ട് തന്നിരിക്കണം. അതിന് കൃത്യമായിട്ട് അഗ്രിമെന്റിലൂടെയാണ് നമ്മൾ ഈ മാനേജറെ ഈ സ്ഥാപനത്തിന്റെ ഒരു സിംഗിൾ സ്ഥാപനത്തിന്റെ ഒരു മാനേജറെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കൃത്യമായ അഗ്രിമെന്റിലൂടെയാണ്. ഇടക്കിടക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം, സ്റ്റോക്ക് എന്തെങ്കിലും മിസ്മാച്ച് വന്നാൽ നിങ്ങളിൽ നിന്ന് ക്യാഷ് ഈടാക്കുന്നതാണ്, നിങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ടാവുന്നതാണ്, നിങ്ങൾക്ക് ഇൻസെന്റീവ് കിട്ടില്ല, നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. നിരന്തരം ഇതന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടമാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ ഈ മാനേജർ ഇങ്ങനെ സോഫ്റ്റ്വെയർ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഓട്ടോമേഷനിലേക്ക് പോകുമ്പോൾ ഈ പ്രൊഡക്റ്റ് സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്യുകയും ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു പീസ് പോലും തെറ്റുന്നില്ല എന്ന് ഒരു വിഷണറി എന്നുള്ള നിലക്കോ മാനേജറോ GM ഒക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന്റെ കൂടെ നമ്മളും ഉറപ്പുവരുത്തേണ്ടത് നമുക്കൊരു ഓഡിറ്റിംഗ് ടീം ഉണ്ടായിരിക്കും. ഓഡിറ്റിംഗ് ടീം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വസ്തരായിരിക്കും. നമ്മൾ ഇപ്പോ സാഫ്ജി എന്ന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് സെർച്ചിങ്ങിന് പോവുക, ഇതുപോലെ ആയിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ടീം സെർച്ചിങ്ങിന് പോവുക. അവർ പോയിട്ട് കൃത്യമായിട്ട് ആ സ്റ്റോക്ക് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഇവര് നേരെ നമുക്ക് ഒരു ഒരു അടിപൊളി ബ്രാൻഡഡ് സ്ഥാപനമാണെന്നെങ്കിൽ പേഴ്സണൽ ഓഡിറ്റിംഗ് ടീം ഉണ്ടാവും, ഒരു നമ്മുടെ സ്ഥാപനത്തിന്റെ തന്നെ ഓഡിറ്റിംഗ് ടീം ഉണ്ടാവും. അതായത് ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് എനിക്കൊരു പേഴ്സണൽ ആളുണ്ടാവും, 1-2 ആളുകൾ ഉണ്ടാവും. ഞാൻ പേഴ്സണൽ ആയിട്ട് വിടുന്നത്, അത് നമ്മുടെ ടീമൊന്നും അറിയില്ല. നമ്മൾ നേരെ ടീമിനെ പോയി അവിടുന്ന് പ്രിന്റ് എടുത്ത് അവര് ഈ GM-നോ നമ്മുടെ മാനേജർക്കോ ABM-നോ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല. നേരെ എന്ത് ചെയ്യും, നമുക്ക് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യും, ഇന്ന സ്ഥാപനത്തിൽ ഇത്രാമത്തെ നമ്പർ സ്ഥാപനത്തിൽ ഇത്ര പീസുകൾ കുറവുണ്ട്, ഇത്ര സ്റ്റോക്ക് മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കറക്റ്റ് ആണ്, അവിടുത്തെ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം പേഴ്സണൽ ആയിട്ട് നമുക്കുണ്ടായിരിക്കും. പേഴ്സണൽ ആയിട്ട് അതിന്റെ പുറമെ നമ്മുടെ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് ടീം വേറെ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്തു പോകുന്നത്. ഇങ്ങനെ ഓട്ടോമേഷനിൽ പോയാൽ മാത്രമാണ് നമുക്ക് സുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാനും സുന്ദരമായിട്ട് എവിടേക്കെങ്കിലും ടൂർ പോകാനും നമുക്ക് സുന്ദരമായിട്ട് കിടന്നുറങ്ങാനൊക്കെ നമുക്കൊരു കോളും ബിസിനസിന്റെ ഭാഗത്തു നിന്ന് ഒരു കോളും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളെ നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് നല്ല സ്റ്റാഫുകളെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് നല്ല സ്റ്റാഫിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സാലറി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു 10,000 രൂപക്ക് ഒരു നല്ല എന്നെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന, അതായത് ബിസിനസ് ഓണർ എന്നുള്ളത് ഞാൻ ഇരുന്നാൽ എന്റെ സ്ഥാപനത്തിൽ നല്ല ബിസിനസ് ഉണ്ടായിരിക്കും. എന്നാൽ എന്റെ മാനേജർ ഇരുന്നാൽ അത്ര കിട്ടുന്നില്ല. എന്താ കാര്യം? നിങ്ങളിടുന്ന വില എത്രയാണ്? നിങ്ങൾക്ക് ഒരു ദിവസത്തെ നിങ്ങളുടെ വാല്യൂ എത്രയാണ് നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളത്? എന്നെ കേൾക്കുന്ന എന്റെ സംരംഭകർ, എന്റെ മുന്നിലിരിക്കുന്ന സംരംഭകർ, നിങ്ങൾ ഇട്ടിട്ടുള്ള വാല്യൂ എത്രയാണ്? അപ്പോ നിങ്ങളുടെ ഒരു GM-ഓ ഒരു മാനേജറോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ അടുത്തെങ്കിലും നിങ്ങൾ കൊടുക്കണം. എന്നാലാണ് നമ്മുടെ അതേ വിഷനുള്ള നല്ല അതേ കാപ്പബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ അതേപോലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഞ്ച്വാലിറ്റിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സാലറി കുറച്ചിട്ട് 10,000 രൂപ സാലറിക്ക് നമ്മളുടെ അതേപോലത്തെ കാര്യങ്ങൾ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുന്ന ഒരാളെ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് നമുക്കത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ ഒരു ആവറേജ് സാലറി വെച്ചോളൂ, പിന്നെ അതിന്റെ പുറത്ത് അവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനെ നിങ്ങൾ ഇൻസെന്റീവിലൂടെ സെറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇൻസെന്റീവിലേക്കാണ് പോയത്. അപ്പൊ ആ ഇൻസെന്റീവിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു സാലറി, ഒരു 25,000 സാലറി, അതിന്റെ മേലൊക്കെ ഒരു 25,000, 50,000 കൊടുക്കേണ്ട ഒരു 50,000 കൊടുക്കേണ്ട ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഒരു 25,000 നിങ്ങൾക്ക് ഇൻസെന്റീവിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റണം. കാര്യം എന്താ, ആ ഇൻസെന്റീവിന് വേണ്ടി അവർ നന്നായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ നല്ല സ്റ്റാഫുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സാലറി കൊടുക്കാൻ തയ്യാറാവണം. നല്ല സാലറി കൊടുത്താൽ മാത്രമാണ് നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള സ്റ്റാഫുകളെ നമുക്ക് കിട്ടുള്ളൂ. നല്ല കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുകയും നമ്മളെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർക്കും അതിനോട് ഗുണമുണ്ട് നമുക്കും അതുകൊണ്ട് ഗുണമുണ്ട് എന്നുള്ള നിലക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് SOP-കൾ ഉണ്ടായിരിക്കും. ആ SOP നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ SOP നമുക്ക് മനസ്സിലായി, ഒരു സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ഇന്ന കാര്യങ്ങൾ നടത്താം. രാവിലെ നമ്മുടെ സ്ഥാപനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാനേജർ ചെയ്യേണ്ടത്, നമ്മളതൊരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ സ്റ്റാഫുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. രാവിലെ മീറ്റിങ്ങുകളിൽ രാവിലെ ഒരു ഗേറ്റ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ ഗേറ്റ് മീറ്റിംഗിൽ എന്താണ് നമ്മളെ സ്റ്റാഫുകൾക്ക് അവർ
ഡെലിവർ ചെയ്യേണ്ടത്, എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, അത് എന്തൊക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ചാർട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാര്യം നമ്മുടെ ഏത് സ്ഥാപനത്തിനും പുതിയ മാനേജർ വരാൻ പോവാം. നാളെ അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്ന് അവർ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 month നമുക്കൊരു പീരീഡ്, നോട്ടീസ് പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവർ പോകും. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു മാനേജർ വന്നാലും നമ്മൾ ഈ പേപ്പർ എടുത്താണ്ട് കൊടുക്കും, നാളെ മുതൽ ഇതുപോലെ പ്രവർത്തിച്ചോളൂട്ടാന്ന് പറയും. ഇതാണ് ഓട്ടോമേഷൻ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ അവരെ വീണ്ടും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവിടെ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഓരോ മാനേജർ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴും, ഒരു സെയിൽസ് സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് 6 times എന്ന് പറയും. അതായത് 6 മടങ്ങ്. ഒരാൾക്ക് 10,000 രൂപ നമ്മൾ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ 60,000 രൂപ പ്രോഫിറ്റ് ആളിൽ നിന്ന് നമുക്ക് കിട്ടണം. ഇനി അതും അല്ലെങ്കിൽ ഒരു 4 മടങ്ങ് 40,000 രൂപ ഒരാളിൽ നിന്ന് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കണം. അങ്ങനത്തെ ആളുകളെ നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓട്ടോമേഷനിലും അല്ലെങ്കിൽ സാധാരണ ഏത് ബിസിനസ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരാളെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം 4 മടങ്ങ്, അല്ലാതെ 10,000 സാലറി കൊടുക്കുന്നെങ്കിൽ 40,000 പ്രോഫിറ്റ് ആളിൽ നിന്ന് കിട്ടണം. അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണമെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം? നമ്മളെ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിരിക്കണം സിസ്റ്റത്തിൽ. അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റണം. അതായത് ഇവിടെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 100 രൂപക്ക് പ്രൊഡക്റ്റ്, 100 രൂപന്റെ ഒരു പ്രൊഡക്റ്റ് 150 വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ 50 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഈ 50 രൂപ നമുക്ക് സിസ്റ്റം കാണിച്ചു തരണം. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എത്ര പ്രോഫിറ്റ് വന്നു, ആ പ്രോഫിറ്റിൽ നിന്ന് ഓരോ സെയിൽസ് സ്റ്റാഫും അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്. ഒരു പക്ഷെ ഒരു ദിവസം 10,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഈ 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി 1 2 3 4 4 സ്റ്റാഫ് ഉണ്ട്. ഈ 4 സ്റ്റാഫിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ 10,000 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടിയത്? ഇതിൽ ആരാണ് മികച്ചത്? ഇതൊക്കെയാണ് ഓട്ടോമേഷൻ, ഈ സിസ്റ്റം നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെന്താണ് കൃത്യമായിട്ട് നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് തെറ്റുന്നില്ല. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മളെ സിസ്റ്റത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആ സിസ്റ്റം വഴി മാത്രമാണ് അത് പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. അതായത് ആ ഒരു 100 രൂപന്റെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ പ്ലസ് 50 നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ 150 രൂപ നമുക്ക് കിട്ടി. ഈ 150 രൂപയിൽ നിന്ന് ഈ 50 രൂപ പ്രോഫിറ്റ് നമുക്ക് കാണിച്ചു തരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റ് ഇതിൽ കൂടെ കയറി ഇറങ്ങിയാൽ മാത്രമാണ്. അല്ലാതെ ഇതിവിടെ സിസ്റ്റത്തിൽ കയറി എന്നിട്ട് ഇതിലേക്ക് അടിക്കാതെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ ഒന്നുമല്ല. ഇതിവിടെ കയറി നമ്മളെ സ്റ്റാഫുകൾ ആരെങ്കിലും എടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും കസ്റ്റമർ വന്ന് എടുത്തോണ്ട് പോയോണ്ട് പ്രശ്നമൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റണം, കൃത്യമായിട്ട് മാനേജറിൽ നിന്ന് ആ ക്യാഷ് ഈടാക്കാൻ പറ്റണം. ഇതാണ് ഓട്ടോമേഷൻ. ഇതിന് കൃത്യമായിട്ട് നമ്മൾ ഓരോ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുമ്പോഴും, കീ പോയിന്റുകളിലുള്ള സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള എഗ്രിമെന്റിലൂടെ വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ. ഒരാളെ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ഹയർ ചെയ്യുമ്പോൾ നമ്മൾ വിഷൻ പറഞ്ഞു കൊടുക്കുക, നമ്മൾ മിഷൻ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥാപനത്തിൽ എന്താണോ അവരുടെ ആ ഒരു ഫേമിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് ഈ സ്റ്റോക്ക് എല്ലാം അവരിലേക്ക് എൻറ്റർ ചെയ്ത് കൊടുത്ത് അവർക്ക് സ്റ്റോക്ക് എടുക്കാനുള്ള സമയം കൊടുക്കും. നമ്മൾ എല്ലാവരും കാണിച്ചു കൊടുത്ത് ആ മാനേജറിന്റെ അണ്ടറിൽ പുതിയ മാനേജർ മാറുമ്പോൾ നമ്മൾ വീണ്ടും ആ സ്റ്റോക്ക് ഒക്കെ ക്ലിയർ ചെയ്ത് ഏത് സ്റ്റോക്കും അവർക്ക് സിസ്റ്റത്തിൽ കൊടുത്ത് ചെക്ക് ചെയ്യാം. സെൽഫിൽ ഇരിക്കുന്ന സ്റ്റോക്ക് എടുത്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കി ഇത്ര പീസുണ്ട്, ഇവിടെ സിസ്റ്റത്തിൽ 5 എണ്ണം കാണിച്ചു, സെൽഫിൽ പോയപ്പോൾ 5 എണ്ണം ഉണ്ട്. അങ്ങനെ ഏതും നമുക്കൊരു എന്താ പറയാ റൊട്ടേറ്റ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കാനുള്ള സമയം അവർക്ക് കൊടുത്തിട്ട് നമ്മളൊരു എഗ്രിമെന്റ് അടിച്ചിട്ടും ഇത്ര ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 1 CR സ്റ്റോക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, ഇത് ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ നിന്ന് എന്ത് കുറഞ്ഞാലും നിങ്ങൾ അത് എനിക്ക് തിരിച്ചു തരാൻ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കും ഈ മാനേജേഴ്സിനെ കൊണ്ട്. ഇതാണ് ഓട്ടോമേഷൻ. എഗ്രിമെന്റ് ഇല്ലാതെ വിശ്വാസത്തിന്റെ പുറത്ത്, സംസാരത്തിന്റെ പുറത്ത്, നമ്മൾ എന്തെങ്കിലും ഒരു വാക്കിന്റെ പുറത്ത് ഏൽപ്പിച്ച് പോവാൻ പാടില്ല. അതൊക്കെ വാക്ക് മാറും. എഗ്രിമെന്റ്, ഇത്ര ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇത് കൃത്യമാണ്, എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എങ്ങനെ? ഒരു 1 CR സ്റ്റോക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ബോധ്യപ്പെട്ടു, ഞാനിത് സൈൻ ചെയ്തു. ഇനി ഈ സ്റ്റോക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. ചാറ്റ് GPT ഇതൊക്കെ അടിച്ചു നോക്കിയാൽ ഇന്ന് ഒരുപാട് ഫോർമാറ്റുകൾ വരും എങ്ങനെയാണ് എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് അവരെ കൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കുക. എഗ്രിമെന്റ് ഇല്ലാതെ കീ പോയിന്റിലേക്ക് എഗ്രിമെന്റ് ഇല്ലാതെ ഒരാളെയും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ആര് വരുമ്പോഴും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ. അതുപോലെ തന്നെ അവരോടത്ത് തെറ്റ് പറ്റുമ്പോൾ നമ്മൾ നമ്മുടെ
ഓട്ടോമേഷൻ ബിസിനസ്സിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു വഴിക്കും ബിസിനസ് വേറൊരു വഴിക്കും പോകാൻ പാടില്ല. നമ്മൾ നമ്മുടെ വിഷൻ അനുസരിച്ചിട്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും നമ്മുടെ സ്ഥാപനത്തിൽ. ആ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ മാനേജേഴ്സ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം പോകുന്നതെങ്കിൽ നമുക്ക് 2-3 വാണിംഗ് ഒക്കെ ഉണ്ട്. ഒന്ന് വെർബൽ വാണിംഗ്, റിട്ടൺ വാണിംഗ്, പിന്നെ ഫയറിംഗ്. മൂന്നാമത്തെ നമ്മൾ എടുത്തു പോകുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ വെർബൽ വാണിംഗ്, നമ്മൾ അവരോട് ആദ്യം കാര്യം പറയും, നമ്മുടെ വിഷൻ ഇതല്ല, ഇങ്ങനെയല്ല, നിങ്ങൾ ഓട്ടോമേഷനിലാണ് ബിസിനസ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് ഉറപ്പുവരുത്തിയിട്ടില്ല എങ്കിൽ 1-2 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. 3ാമത്തെ പ്രാവശ്യം നമ്മൾ റിട്ടൺ വാണിംഗ്, അതായത് നമ്മളൊരു പേപ്പറിലേക്ക് വൃത്തിയായിട്ട് എഴുതി എന്താണ് ആ തെറ്റ് ചെയ്തതെന്ന് വൃത്തിയായിട്ട് എഴുതിയിട്ട് അവരുടെ അടുത്ത് പോയിട്ട്, ഇതാ സർ, ഇത് നിങ്ങൾ ഇന്നമാതിരി ഞങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, നോ പ്രോബ്ലം, നിങ്ങൾ പ്രവർത്തിച്ചിട്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ എങ്കിൽ അതിനിടയിൽ സൈൻ ചെയ്തോളൂ. ഇവർക്ക് നമ്മളൊരു ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഓഫീസിൽ. ആ ഫയലിൽ എന്ത് ചെയ്യും, ഇവർ ചെയ്തിട്ടുള്ള ഈ തെറ്റുകളൊക്കെ നമ്മൾ 1, 2, 3, 4 എന്നിട്ട് ഇങ്ങനെ പേപ്പറാക്കി വെക്കും. ഒരാളെ നമുക്ക് റിസൈൻ ചെയ്യിപ്പിക്കണമെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ള വേകളാണ് ഇതൊക്കെ. സുന്ദരമായിട്ടുള്ള വേകളാണ്. എങ്ങനെയാണ് ഇവർ ചെയ്യുന്ന എന്തൊരു ചെറിയ തെറ്റുണ്ടായിക്കോട്ടെ, ആ തെറ്റ് നമ്മൾ പേപ്പറിലേക്കാക്കി നമ്മൾ അവരെ ഫയലിൽ സൂക്ഷിക്കും. പിന്നെയും അവർ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ പേപ്പേഴ്സ്, മുന്നേ വരുത്തിയ തെറ്റുകളുടെ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട്, ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾ സൈൻ ചെയ്തതാണ്, ഇനിയും സൈൻ ചെയ്യണോ, വേണോ, തുടരണോ, വേണോ, നിൽക്കണോ, പോണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ? നിർബന്ധമായിട്ട് ചോദിക്കാം. നിരന്തരം തെറ്റുകൾ വരുത്തുന്നവരെ നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പൊ നിരന്തരം തെറ്റുകൾ വരുത്തുന്ന ഒരാളെ നമുക്ക് ആവശ്യമില്ല. ആ തെറ്റ് വരുത്തുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ഒരു വെർബൽ വാണിംഗ് നമ്മൾ വാക്കുകൊണ്ട് പറയും, പിന്നെ അത് റിട്ടൺ വാണിംഗ് ആവും, പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ ഫയർ ചെയ്യും, ആളെ ഒഴിവാക്കും. ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. ഇതാണ് ഓട്ടോമേഷൻ സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യം. എഗ്രിമെന്റ് ഇല്ലാതെ, വൺസ് മോർ, എഗ്രിമെന്റ് ഇല്ലാതെ ഒരു കീ പോയിന്റുകളിലേക്ക് ആരെയും നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. ഒരു മാനേജർ ആയിക്കോട്ടെ, ആ മാനേജർക്ക് കൃത്യമായിട്ട് സ്റ്റോക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എഗ്രിമെന്റ് ചെയ്തിരിക്കണം. കാര്യം എന്താ, അതിൽ നിന്ന് എന്ത് തെറ്റിയാലും അത് അവന്റെ ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് ബോധ്യം വേണമെങ്കിൽ അവൻ സൈൻ ചെയ്തു. ഇടക്കിടക്ക് ഇവരോട് ഓർപ്പിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ സ്റ്റോക്ക് ചെക്ക് ചെയ്യണം, സ്റ്റോക്കിൽ എന്തെങ്കിലും മിസ്മാച്ച് വന്നാൽ അറിയിക്കണം, എന്തെങ്കിലും മിസ്മാച്ച് വന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ അത് ക്യാഷ് തന്നേ പറ്റൂ, തന്നിട്ടേ നിങ്ങൾക്ക് സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാൻ പറ്റൂ. പിന്നെ നമ്മളെ ക്യാഷ് ബുക്ക് ഡയലി നമ്മൾ ഓട്ടോമേഷനിൽ പോകുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് നമ്മൾ ഓഡിറ്റിംഗ് പോകും. ഓഡിറ്റിംഗ് പോകുമ്പോൾ ക്യാഷ് ബുക്കും സിസ്റ്റത്തിലെ ക്യാഷും നമ്മുടെ എന്താ പറയുക പെട്ടിയിലുള്ള ക്യാഷും ഒക്കെ കറക്റ്റ് ആണോ എന്ന് ഇടക്കിടക്ക് പോയി ചെക്ക് ചെയ്യണം. ആദ്യം നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ ആദ്യം ക്യാഷ് ബുക്കാണ് നമ്മൾ ചെക്ക് ചെയ്യുക, ക്യാഷ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ അതുവരെയുള്ള കണക്ക് എല്ലാ ദിവസവും കണക്ക് നമുക്ക് വാട്സാപ്പിലൂടെ ഒക്കെ വരും, എല്ലാ ദിവസവും വരും. പക്ഷെ നമ്മൾ ഓഡിറ്റിങ്ങിന് പോകുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്യാഷ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുക. ആ ക്യാഷ് എത്ര നമുക്ക് ബാലൻസ് ഉണ്ട്, ഇപ്പൊ നിലവിൽ എത്ര ക്യാഷ് കൃത്യമായിട്ട് എണ്ണണം, എണ്ണിയിട്ട് അത് സിസ്റ്റം നമ്മുടെ പെട്ടിയിലുള്ള ക്യാഷ് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് ഓട്ടോമേഷന്റെ വേറൊരു മാർഗം. അപ്പൊ പറഞ്ഞു വന്നത്, നമുക്ക് ഉറങ്ങാൻ സമയം വേണം, ഭക്ഷണം കഴിക്കാൻ സമയം വേണം, കുട്ടികളുടെ കൂടെ പുറത്തു പോകാൻ സമയം വേണം, കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് റീഇൻവെസ്റ്റ്മെന്റ് കഴിച്ച് ബാക്കി കിട്ടുന്ന പ്രോഫിറ്റ് സുന്ദരമായിട്ട് ചെലവഴിക്കാൻ നമുക്ക് സമാധാനം വേണം, സമയം വേണം. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും, നോട്ട് ദ പോയിന്റ്, ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും നമ്മുടെ ബിസിനസ് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ്. എങ്ങനെ, ഇവിടെ തന്നെ ഇരിക്കണം എന്നൊരു നിർബന്ധമില്ല. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും 10, 20, 100 സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. അതാണ് ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. നമ്മളുടെ സ്റ്റോക്ക് മൊത്തം ക്ലൗഡിലേക്ക് മാറും, ക്ലൗഡ് സിസ്റ്റത്തിലേക്ക് മാറും. സ്റ്റോക്ക് മൊത്തം നമ്മളിപ്പോൾ പലരും കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നവരുണ്ട്, ഹാർഡ് ഡിസ്കിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ഇതിന് പകരം നമ്മൾ ക്ലൗഡിലേക്ക് മാറ്റും. ഈ ക്ലൗഡ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നാലും, നമ്മളൊരു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പോലെ, ഇൻസ്റ്റ ഉപയോഗിക്കുന്ന പോലെ, വാട്സാപ്പ് ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ സിസ്റ്റവും നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നാലും നമുക്ക് ഇപ്പോ ഈ സമയത്ത്, ഈ സംസാരിക്കുന്ന സമയത്ത് എന്റെ സ്ഥാപനത്തിൽ എന്ത് സെയിൽ ചെയ്തു എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ എന്ത് സെയിൽ ചെയ്തു, ഈ നിമിഷത്തിൽ എന്ത് സെയിൽ ചെയ്തു, അതിൽ നിന്ന് എനിക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത്, അത് എത്ര രൂപക്കാണ് എനിക്ക് വന്നത്, അത് എത്ര രൂപക്ക് ഞാൻ വിറ്റു, എത്ര രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. ഇതെനിക്ക് ലോകത്തിന്റെ ഏത് അമേരിക്കയിൽ ഇരുന്നാലും, ദുബൈയിൽ ഇരുന്നാലും, നിങ്ങൾ ലോകത്തിന്റെ യൂറോപ്പിൽ ഇരുന്നാലും, എവിടെ ഇരുന്നാലും നിങ്ങൾക്കൊരു സിസ്റ്റവും, നിങ്ങളുടെ ആപ്ലിക്കേഷനുള്ള ഒരു സിസ്റ്റമോ ഫോണോ ലാപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കാനും അനലൈസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ സ്റ്റാഫുകളെ അനലൈസ് ചെയ്യുന്നതൊക്കെ
സിസ്റ്റം വെച്ചിട്ടാണ്. സിസ്റ്റം വെച്ചിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു സെയിൽസ് സ്റ്റാഫിന്റെ ഒരു പേരുണ്ടായിരിക്കും. ഇവിടെ അവൻ അച്ചീവ് ചെയ്തിട്ടുള്ള ഇന്നലെ, അതായത് ഇപ്പൊ ഇന്നലത്തെ കണക്ക് നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് അവൻ 1000 രൂപക്ക് എന്ത് ചെയ്യണം, സെയിൽ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ടോട്ടൽ ഇന്നലത്തെയും കൂടിയിട്ട് 2000 എക്സാമ്പിൾ ആണ്. ഒരു 2000 രൂപക്ക് ടോട്ടൽ സെയിൽ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് അവൻ സെയിൽ ചെയ്യേണ്ടിരുന്നത് ഒരു പക്ഷെ 1500 രൂപക്കായിരിക്കും. ഒരു 500 രൂപ ഇന്ന് മൈനസ് ആണ്, ഒരു 500 രൂപ ഇന്ന് മൈനസ് ആണ്. ഇങ്ങനെ റിപ്പോർട്ട് നമ്മളെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോ നമുക്ക് ഒരാൾക്ക് ഒരു ടാർഗറ്റ് വെച്ചെടുക്കും. ഇപ്പൊ ഒരു 1 lakh, ഈ ഒരു സെയിൽസ് സ്റ്റാഫിന് നമ്മളൊരു 1 lakh ടാർഗറ്റ് വെച്ചു കൊടുത്തു. ഒരു 1000 രൂപ ആള് എന്ത് ചെയ്യാണ്, ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ബാക്കി നമുക്ക് എത്ര ചെയ്ത് കൊടുക്കാൻ പറ്റും? ബാക്കി 90,000 രൂപ നമുക്ക് പിറ്റേ ദിവസം കാണിച്ചു കൊടുക്കാൻ പറ്റും. ഈ ആളുടെ പെർഫോമൻസ് നമുക്ക് ഡെയിലി രാവിലെ ഈ ആള് ഇന്നലെ നമുക്ക് ഒരു പക്ഷെ 2000 രൂപക്ക് സെയിൽ ചെയ്യണം. ആൾക്ക് വെച്ചുള്ള ടാർഗറ്റ് പ്രകാരം 2000 രൂപക്ക് സെയിൽ ചെയ്യണം. അയാൾ 1000 രൂപയ്ക്ക് സെയിൽ ചെയ്തുള്ളൂ. പിറ്റേ ദിവസം ആള് 750 രൂപയ്ക്കേ ചെയ്തോളൂ. പിറ്റേ ദിവസം 500 ചെയ്തോളൂ. പിറ്റേ ദിവസം 250 ചെയ്തോളൂ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കത്തണം, ഈ സ്റ്റാഫിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? ആള് ഇവിടെ സെയിൽ ചെയ്യേണ്ടത് 2000 രൂപക്കാണ്. നമ്മൾ വെച്ചുകൊടുത്തിട്ട് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. ഈ ആൾ ഇവിടെ സെയിൽ ചെയ്യേണ്ടത് 2000 രൂപക്കാണ്. ഈ ആൾ ഇന്നലെ ചെയ്തത് എത്രയാണ്? 1000 രൂപക്കാണ്. ഇനി നാളെ ചെയ്യാൻ പോകുന്ന എത്രയാണ്? 750 രൂപക്കാണ്. ഇനി അതിന്റെ അപ്പുറത്തെ ദിവസം ചെയ്യാൻ പോകുന്ന എത്രയാണ്? 500 രൂപക്കാണ്. ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ നമുക്ക് കത്തണം, ഈ സ്റ്റാഫിന് എന്തോ പ്രയാസമുണ്ടെന്ന്. ഈ സ്റ്റാഫിന് എന്തോ പ്രയാസമുണ്ടെന്ന് തോന്നുമ്പോ തന്നെ നമ്മൾ ഇയാളെ എന്ത് ചെയ്യും? പതുക്കെ ഒരു യെല്ലോ കളറിലേക്ക് ഇടും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു യെല്ലോ കളറിലേക്ക് ഇടും. അവിടുന്ന് താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ റെഡ് കളറിലേക്ക് ഇടും. എങ്ങനെ? റെഡ് കളറിലേക്ക് ഇടും. ഈ ആളെ പെർഫോമൻസ് കുറഞ്ഞു വരികയാണെന്നുള്ള നമുക്ക് ധാരണ വരും. നമ്മൾ എന്ത് ചെയ്യും? ഈ ആളെ വിളിച്ചു വരുത്തി നമ്മുടെ കാര്യങ്ങൾ പറയും. ഇങ്ങനെയല്ല സെയിൽ ചെയ്യേണ്ടത്, എന്താ നിങ്ങളുടെ പ്രശ്നം, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രയാസം എന്തെങ്കിലും ഉണ്ടോ? മീൻസ് ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നമുക്ക് ലോകത്തിന്റെ ഏത് മൂലയിൽ ഇരുന്നാലും, ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും ഈ ഒരു നമ്പർ 1 എന്നുള്ള സ്റ്റാഫ് സെയിൽ ഓരോ ദിവസം കുറഞ്ഞു വരികയാണെങ്കിൽ ഇയാൾക്ക് പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ഇത് നമ്മളെ മാനേജറെ, GM-നെ, മാനേജറെ ആരെങ്കിലും ഇൻഫോം ചെയ്യുകയും ആ മാനേജറോട് നമ്മൾ റിപ്പോർട്ട് തേടുകയും വേണം. ഇതാണ് ഓട്ടോമേഷൻ ബിസിനസ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരു 5000 രൂപക്ക് സെയിൽ ചെയ്യേണ്ട ഒരു സ്റ്റാഫ് ഒന്നാമത്തെ ദിവസം ചെയ്ത് എത്രയാണ്? ആ 4000-ത്തിനാണ്. 4000-ത്തിന് ചെയ്തു. രണ്ടാമത്തെ ദിവസം പിന്നെ കുറയാണ്, 3000-ത്തിന് ചെയ്തു. മൂന്നാമത്തെ ദിവസം വീണ്ടും കുറയാണ്, എത്ര? 2000-ത്തിന് ചെയ്തു. സെയിൽ ഡെയിലി എല്ലാ ദിവസവും സെയിൽ കുറഞ്ഞു വരികയാണ്. ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ സ്റ്റാഫിനെ ഒരു വിഷണറി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ സ്റ്റാഫിനെ ഇന്നുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു പക്ഷെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാണണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളെ മുന്നിൽ എത്തുന്ന റിപ്പോർട്ട് പ്രകാരം ഇവൻ ഓരോ ദിവസവും അടിയിലോട്ട് പോവാണ്. ഈ അടിയിലോട്ട് പോകുന്ന റിപ്പോർട്ടൊക്കെ നമുക്ക് ഓഫീസിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓഫീസിൽ നിന്ന് നമുക്ക് ഒരു ഓഫീസിന്റെ സ്ട്രക്ചർ ഞാൻ വരച്ചു തന്നിരുന്നു. ഈ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നത് ഓഫീസിൽ നിന്നാണ്. അതായത് ഇങ്ങനെ ആളുടെ പെർഫോമൻസ് കുറയും. ഇനി 5000 പറഞ്ഞ ആൾക്ക് അന്നല്ലെങ്കിൽ 5000-ൽ തന്നെ നിൽക്കുന്നുണ്ടാവും. ആള് ഒരു ദിവസം 6000 ചെയ്യുന്നു, 7000 ചെയ്യുന്നു, 8000. ആൾക്ക് കൊടുത്ത ടാർഗറ്റിനേക്കാൾ കൂടുതൽ ചെയ്യുമ്പോൾ ഇയാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഗ്രീൻ കളറിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരും നമ്മള്. ഗ്രീൻ, അതായത് 5000 ആണ് ടാർഗറ്റ്, 6000 ചെയ്യുന്നു, 7000 ചെയ്തു, 8000 ചെയ്തു. നമ്മൾ വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഇയാളെ അപ്രീഷിയേറ്റ് ചെയ്യും. എങ്ങനെ? ഈ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഈ താഴേക്ക് പോകുന്ന ആൾ എപ്പോഴും ഏത് കളറിലാണ് വരിക? ഈ താഴേക്ക് പോകുന്ന ആൾ എപ്പോഴും റെഡ് കളറിലാണ് വന്നുകൊണ്ടിരിക്കുക. റെഡ് കളറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാനേജറോട് ഇയാളെ പറ്റി നമ്മൾ അന്വേഷിക്കും, എന്താണ് വിഷയം. ഇങ്ങനെ 1000-ഓ 5000-ഓ എത്ര സ്റ്റാഫ് ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ എത്തുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ചാൽ പോലും ഓരോ സ്റ്റാഫിന്റെയും പെർഫോമൻസ് ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും ഒരു സിംഗിൾ സ്റ്റാഫ് നമുക്ക് എങ്ങനെയാണ് അവൻ നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാവും. കാരണം നമ്മളൊക്കെ പരിശോധിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളെ മുന്നിൽ വന്ന് വീഴുന്നത് ഒരു ദിവസം വിഷണറി എന്നുള്ള നിലക്ക് നമ്മുടെ മുന്നിൽ വന്ന് വീഴുന്നത്, നമ്മൾ ചിലപ്പോൾ ഇപ്പോ 100 സ്ഥാപനവും 150 സ്ഥാപനമൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. ഇവരൊന്നും ഒരു സ്ഥാപനത്തിൽ ഒരു ദിവസം പോലും പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ
2 ദിവസം, ഒരാഴ്ച, ഒരു മാസമൊക്കെ കൂടുമ്പോഴാണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് എത്തി നോക്കുക. അപ്പോ ഈ ആളുകളുടെ റിപ്പോർട്ടൊക്കെ നമുക്ക് ഇപ്പൊ എന്തൊക്കെ ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ പോകുന്നത് ചിലപ്പോൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ പോവാറ്. പക്ഷെ അവിടെയുള്ള എല്ലാ സ്റ്റാഫിന്റെയും പെർഫോമൻസ് എനിക്ക് എല്ലാ ദിവസവും രാവിലെ അനലൈസ് ചെയ്യും. ഞാൻ കൃത്യമായി അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നിന് മാനേജർക്ക് ഇൻഫോം ചെയ്യും. അവർ കുറവാണെങ്കിൽ മാനേജർക്ക് ഇൻഫോം ചെയ്യും. അല്ലെങ്കിൽ ഞാൻ അത്ര അടുപ്പുള്ളവരാണെങ്കിൽ നേരിട്ടിട്ട് എന്ത് ചെയ്യും, ഒരു പേഴ്സണൽ മെസ്സേജ് ഞാൻ അയക്കും. എന്താണ് പ്രശ്നം എന്നിട്ട്, വാട്ട് ഹാപ്പൻ, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യും, ഒന്നുകൂടി എനർജറ്റിക് ആയിട്ട് കൂടെ ഫ്രണ്ടിലേക്ക് കയറി വരും. അതായത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയും. കാര്യം എന്താ, ഇവർക്ക് നമ്മൾ സാലറി ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ആ കിട്ടുന്ന സാലറി എങ്ങനെയായാലും എന്റെ സാലറി കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. സാലറി പ്ലസ് ഇൻസെന്റീവ് ആണ് നമ്മളെപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസെന്റീവിനനുസരിച്ചിട്ട് ഇവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഓട്ടോമേഷൻ ലെവലിൽ നമ്മൾ വരുന്ന സമയത്ത്, ഓട്ടോമേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താ വെച്ചാൽ ഓട്ടോമേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാ സ്റ്റാഫിനും നമ്മൾ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക, നമുക്ക് എങ്ങനെ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെയാണ് ഇവരെ നമ്മളെ പരിധിയിൽ നിർത്താൻ പറ്റും എന്നൊക്കെ നമുക്ക് പ്രയാസങ്ങൾ തോന്നാം. പക്ഷെ ഒരിക്കലുമില്ല. ഇവരൊക്കെ നമ്മളെ പരിധിയിലാണ്. നമ്മൾ ഇവരുടെ പെർഫോമൻസിന്റെ, ഇവരുടെ സെയിൽസ് റിപ്പോർട്ടിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഇവരെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മളെ കണ്ടാൽ ചിരിക്കുന്നവരുണ്ടാവും, കൈ പിടിച്ച് കുലുക്കുന്നവരുണ്ടാവും, കാല് പിടിക്കുന്നവരുണ്ടാവും, കെട്ടിപ്പിടിക്കുന്നവരുണ്ടാവും, നമ്മളോട് യഥാർത്ഥ സ്നേഹം കാണിക്കുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിലൊന്നും ഒരു വിഷണറി എന്നുള്ള നിലയ്ക്ക്, നമ്മളൊരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരിക്കലും അതിനൊന്നും നമ്മൾ അനലൈസിങ്ങിന് വിട്ടുകൊടുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്ഥാപനത്തിലേക്ക് നിർത്തിയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന സാലറിയുടെ 4 ഇരട്ടി നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് തരണം. എങ്ങനെ? നമ്മൾ കൊടുക്കുന്ന സാലറിയുടെ 4 ഇരട്ടി നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് തരണം. അതിന് കഴിയുമെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവരെ കൂടെ നിർത്തുക. അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് മേലേക്ക് കൊണ്ടുവരും. ഒരു ചെറിയ ഒരു അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ചെറിയൊരു അച്ചീവ്മെന്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിക്കരുത്. ഒരു ചെറിയ നമ്മൾ വെച്ചെടുത്ത ടാർഗറ്റിനേക്കാൾ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് അവർക്ക് ഉണ്ടായാൽ നമ്മൾ അപ്പം അപ്രീഷിയേറ്റ് ചെയ്യാം. വിഷണറി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം. നമുക്ക് നമ്മുടെ ടീമിനെ കൊണ്ട് ചെയ്യിക്കാം, മാനേജറെ കൊണ്ട് ചെയ്യിക്കാം. ഇതിനൊക്കെ ഒരു സോണൽ മാനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ മാനേജർ ഉണ്ടാവും, ABM ഉണ്ടാവും, BM എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് മാനേജർ, അല്ലെങ്കിൽ ABM എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, സോണൽ മാനേജർ ഉണ്ടാവും. അങ്ങനെ ഒത്തിരി ആളുകൾ ഇതിന്റെ ബാക്കിൽ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ ബിസിനസ് ഒരു ബിസിനസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോവുക. ഇവിടുന്ന് ഇങ്ങനെ പോവും, ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോവും, ഇവിടൊക്കെ നമുക്ക് ആവശ്യമുള്ള ആളുകളെ നമുക്ക് വരുന്നത്. ഇവിടെ അക്കൗണ്ടന്റ് ആയിരിക്കും, ഇവിടെ ഇൻവെന്ററി ആയിരിക്കും. ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ റിപ്പോർട്ടിങ് പോകേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നിന്നൊക്കെ റിപ്പോർട്ടിങ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിലേക്ക് റിപ്പോർട്ട്, ഇവിടെ നിന്നുള്ള റിപ്പോർട്ടാണ് ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു കോളും വരില്ല, കോളൊക്കെ ഇവിടെ തടഞ്ഞു നിൽക്കും. ഇതാണ് GM എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഉണ്ടാവുക. ഇനി ഇതിന്റെ അടിയിക്ക് മാനേജർമാർ വേറെ ഉണ്ടാവും. ഈ മാനേജർക്കൊക്കെ കോളുകൾ തട്ടി തടഞ്ഞു നിൽക്കും, നമ്മളിലേക്ക് എത്തില്ല. പക്ഷെ എന്നാൽ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പോയിന്റുകളും നമുക്ക് ഡെയിലി അറിയാൻ കഴിയും. എല്ലാ പ്രശ്നങ്ങൾക്കും പോയിന്റുകളും നമുക്ക് ഡെയിലി അറിയാൻ കഴിയും. എന്തൊരു പ്രയാസമുണ്ടോ, നമുക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടോ നമുക്ക് വിളി, അല്ലെങ്കിൽ ഇവിടെയൊക്കെ തീരേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇവരോട് തീർക്കും. സെയിൽ നമ്മളൊരു മാസം ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബിസിനസ്സിൽ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5 CR അല്ലെങ്കിൽ 10 CR അല്ലെങ്കിൽ ഒരു 3 CR ഒക്കെ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ടാർഗറ്റിലേക്ക് നമ്മുടെ ടീം എങ്ങനെ പോകുന്നുണ്ട് എന്ന് ഡെയിലി നമുക്ക് റിപ്പോർട്ട് കിട്ടും. അതെങ്ങനെ കിട്ടുക? നമ്മളുടെ ERP സോഫ്റ്റ്വെയർ വഴി, നമുക്ക് ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് വഴി നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വിചാരിച്ച ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? GM-നോട് ചോദിക്കാം, അല്ലെങ്കിൽ ആ GM-ന്റെ കൃത്യമായിട്ട് റിപ്പോർട്ട് എന്തുകൊണ്ട് എത്തുന്നില്ല, സെയിൽ എത്തുന്നില്ല, നമുക്ക് സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം, എന്തെങ്കിലും ഓഫർ സെറ്റ് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് GM-നോട് ചോദിക്കാം. ഈ GM നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അതിന്റെ ബാക്കിലുള്ള സോണൽ മാനേജർ ഉണ്ടാവും, ഒക്കെ ഇവരൊക്കെ പരസ്പരം റിപ്പോർട്ടിങ്ങിൽ നമുക്ക് ഇവരെല്ലാവരും കൂടി ഈ ടീമിന് മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. പക്ഷെ സെയിൽ കുറയാൻ പാടില്ല. നിരന്തരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. കാരണം നമ്മൾ ഇരിക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരുന്നു. നമ്മളെ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ, നമ്മൾ ഉറങ്ങാതെ, നമ്മൾ ഉണ്ണാതെ, നമ്മൾ ഒരു പ്രോഗ്രാമിനും പങ്കെടുക്കാതെ, നമ്മൾ ആ
ക്യാഷും കെട്ടിപ്പിടിച്ച് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയിരുന്നു. ഇപ്പൊ ഞാനൊരു ടീമിനെ ഏൽപ്പിച്ചപ്പോൾ എനിക്ക് അത്ര പ്രോഫിറ്റ് കിട്ടുന്നില്ലേ? എത്ര രൂപന്റെ സെയിൽ ഇവർക്ക് എത്തിച്ചാലാണ് നമ്മൾ ഇവർക്കൊക്കെ സാലറി കൊടുക്കേണ്ടത്? കൃത്യമായിട്ട് നമ്മളെ സെയിൽ റിപ്പോർട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞ 1 ലക്ഷം രൂപയുടെ സെയിൽ കിട്ടിയിരുന്നു. നീ ഇരുന്നപ്പോ 50,000 കിട്ടുന്നുള്ളൂ. ഞാൻ നിനക്ക് എന്തിന് സാലറി തരണം? എന്നെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷത്തിന്റെ മേലേക്ക് സെയിൽ നിനക്ക് എത്തിക്കാൻ പറ്റിയ സാലറി തരണം, അല്ലെങ്കിൽ എനിക്ക് എത്ര സാലറി തരാൻ പറ്റും? അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ ഇവർ എന്ത് ചെയ്യും? കൃത്യമായി സഞ്ചരിച്ച് നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ മികച്ചൊരു സെയിൽ എത്തിക്കുകയും നമ്മൾ ഉണ്ടായതിനേക്കാൾ മികച്ചൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവർക്ക് ജോലി കിട്ടുക, ജോലി തുടരുക, ജോലി നമ്മുടെ കൂടെ ഉണ്ടാവുക, ഇവർക്ക് സാലറി കൊടുക്കാൻ സാധിക്കുക. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓട്ടോമേഷൻ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അത് ഫസ്റ്റ് വേണ്ടത് നമ്മളെ പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് നമ്മളിൽ നിന്ന് മിസ്സാവുന്നില്ല, നമ്മളെ പ്രൊഡക്റ്റുകൾ ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല, നമ്മളെ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഓഡിറ്റിംഗ് ടീമിനെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതിന്റെ കാര്യം എന്താണ്? എല്ലാ സ്ഥാപനത്തിലും പോയിട്ട് അവർക്ക് ഒരു ദിവസത്തെ ഡ്യൂട്ടി എന്താണ്? അവിടെ റാൻഡം ആയിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ചെക്ക് ചെയ്യും. ഏറ്റവും പ്രൊഡക്റ്റ് റാൻഡം ആയിട്ട് ചെക്ക് ചെയ്യും. ഒരു കൗണ്ടറിൽ നിന്ന് ഒരു 10 പീസ് എടുത്ത് കൊടുക്കുന്നത് കൗണ്ട് ചെയ്ത് സിസ്റ്റത്തിൽ അത് കറക്റ്റ് ആണോ നോക്കും. പിന്നെ റാൻഡം ആയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു സെക്ടറിൽ ഇരിക്കുന്ന പീസുകൾ എടുക്കും. വർഷത്തിലൊരിക്കൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിച്ച് സ്റ്റോക്ക് എടുക്കുന്നവരുണ്ട്, മാസത്തിലൊരിക്കൽ ഒന്നിച്ച് സ്റ്റോക്ക് എടുക്കുന്നവരുണ്ട്. അതിനൊക്കെ ഒരുപാട് സോഫ്റ്റ്വെയർ സിസ്റ്റവും കാര്യങ്ങളും സിമ്പിളായിട്ട് സോഫ്റ്റ്വെയർ എടുക്കാനൊക്കെ സൗകര്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, പ്രോഫിറ്റ് ഒന്നുമില്ല, വളരെ അടിത്തട്ടിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചിന്ത നിങ്ങളെ മനസ്സിലേക്ക് വെക്കുക. ഇപ്പൊ നിങ്ങൾ അതിലേക്ക് ഓട്ടോമേഷനിലേക്ക് പോകരുത്. നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക, ഇങ്ങനെ ഒരു ബിസിനസ് ഇവിടെ ഉണ്ട്, ആ ബിസിനസ്സിലേക്ക് എന്റെ ബിസിനസ് കൊണ്ടുപോകണം ഭാവിയിൽ എന്ന് നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. അതല്ല ഒരുവിധം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സിസ്റ്റവും നിങ്ങളുടെ സ്റ്റോക്കും ക്ലിയർ ചെയ്യുക. ഫസ്റ്റ് നിങ്ങളുടെ സിസ്റ്റവും നിങ്ങളുടെ സ്റ്റോക്കും ക്ലിയർ ചെയ്യുക. ഒരിക്കലും ആ സിസ്റ്റം അല്ലാതെ ഈ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നില്ല എന്നും അത് വിറ്റ് പോയാൽ മാനേജറുടെ അടുത്ത് ഞാൻ ആ ക്യാഷ് വാങ്ങിച്ചെടുക്കുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു പീസ് മിസ്സായി കഴിഞ്ഞാൽ അത് മാനേജറുടെ അണ്ടറിലേക്ക് വരും, നമ്മളുടെ അണ്ടറിലേക്കല്ല. നമ്മുടെ ക്യാഷ് ആണ് ഇരിക്കുന്നെങ്കിൽ നമ്മളുടെ അണ്ടറിലല്ല. നമ്മൾ ഇവരെ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ആ സൈൻ ചെയ്ത് വാങ്ങിച്ചോട് കൂടി തന്നെ ഇവരുടെ ഉത്തരവാദിത്തത്തിലാണ്. അവിടെ ആ സ്റ്റോക്ക് സംരക്ഷിക്കല് ആ മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ആ മാനേജർ അവിടെ കൃത്യമായിട്ട് ആ സ്റ്റോക്ക് സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തല് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് നമ്മളൊരു ഓഡിറ്റിംഗ് ടീമിനെ ബാക്കിൽ വെക്കും. അവരത് ഇടക്കിടക്ക് പോയിട്ട് ചെക്ക് ചെയ്യും. മാനേജർ പ്രൊഡക്റ്റ് വിൽക്കുന്നു, നമ്മൾ പ്രൊഡക്റ്റ് കയറ്റി കൊടുക്കുന്നു. എങ്ങനെ? വീണ്ടും ആ സ്ഥാപനത്തിൽ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കുന്നു, ആ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് വിൽക്കുന്നു. ഒരു സെറ്റ് ഓഫ് പ്രൊഡക്റ്റ് വിറ്റ് പോയാൽ അത് കൗണ്ട് ചെയ്യുക. പിന്നീട് അവർ ഓർഡർ ചെയ്യുമ്പോൾ, അത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ഓർഡർ കിട്ടും. നമുക്കിപ്പോ ഒരു 10 പീസ് വേണം, എന്തെങ്കിലും ഒരു പീസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഐഫോൺ ഒരു 10 പീസ് വേണമെന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ അവിടുത്തെ സിസ്റ്റത്തിൽ കയറിയിട്ട് അവരോട് എപ്പോൾ അവിടെ നിലവിൽ എത്ര പീസ് ഉണ്ടെന്ന് ഞാൻ കൗണ്ട് ചെയ്യും, ഞാൻ ചെക്ക് ചെയ്യും. അപ്പൊ ഒരു പീസ് എവിടെ ഉള്ളൂ. അപ്പൊ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ എത്ര പീസ് അവിടെ ഉള്ളത്? അവിടെ ഒരു പീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഇല്ലെങ്കിൽ ക്യാഷ് അവർ തരണം. ഒരു പീസ് ഉണ്ട്, അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി ഒരു പീസിൽ അധികം ഇരിക്കുന്നുണ്ട്, അപ്പോഴും നമ്മുടെ ബിസിനസ് എന്താണ്? പരാജയമാണ്. അതായത് ഒരു പീസ് അധികം നമുക്ക് കിട്ടി, ഒരു പീസ് സിസ്റ്റത്തിൽ കാണിക്കുന്നു, 2 പീസ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു പീസാണ് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണിച്ചു തരുന്നതെങ്കിൽ ആ ഒരു പീസ് തന്നെ ആയിരിക്കണം നമ്മുടെ കൗണ്ടറിൽ ഇരിക്കുന്നത്. ഇത് ഉറപ്പുവരുത്തലാണ് ഒരു വിഷണറി, ഒരു ബിസിനസ്മാന്റെ യഥാർത്ഥ കടമ എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ കടമ എന്ന് പറയുന്നത് ഈ സ്റ്റോക്കും ഈ സിസ്റ്റവും കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഇതിന്റെ അടിയിലേക്ക് എത്ര തന്നെ ആളുകൾ ഉണ്ടായിക്കോട്ടെ, ഇവരിൽ നിന്നൊക്കെ നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടാവും. നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഈ പ്രൊഡക്റ്റ് ഇവരിൽ നിന്നൊക്കെ നമ്മൾ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇവിടെ ഒരു മാനേജറാണ്, ഇവിടെ ഒരു സോണൽ മാനേജറാണ്, ഇവിടെ ഒരു GM ആണ്, അതിന്റെ മേലെ പ്രൊഡക്റ്റ് ഇരിക്കുന്നു. ഇവിടുന്ന് മിസ്സിങ് വന്നു കഴിഞ്ഞാൽ ഈ മാനേജർ ഇവിടെ നിന്നുള്ള ക്യാഷ് ഇയാൾക്ക് കൊടുക്കണം, ഇവിടെ നിന്നുള്ള ക്യാഷ് ഇയാൾക്ക് കൊടുക്കണം. ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് രണ്ടാമത് ഇവിടെ വരും, അല്ലെങ്കിൽ നമ്മളിലേക്ക് ക്യാഷ് എത്തണം. ഇതാണ് പ്രൊഡക്റ്റ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഒരുപാട് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ബിസിനസ്സുകാരുടെ യഥാർത്ഥ പ്രശ്നം. ഞാനൊരു ബിസിനസ് തുടങ്ങി, എനിക്ക് എവിടേക്കും പോകാൻ പറ്റുന്നില്ല, വൈഫിന്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, എന്നും പ്രശ്നമാണ്. വൈഫ് വിളിച്ചാൽ എനിക്ക് സമയമില്ല. നമുക്ക് സമയം വേണമെന്നേ.
നമ്മുടെ വീട്ടുകാരുടെ കൂടെയും നമ്മുടെ കുട്ടികളുടെ കൂടെയും നമുക്കൊക്കെ ഇപ്പൊ ഒന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് ഒന്ന് അമേരിക്കയിൽ പോകണം തോന്നിക്കഴിഞ്ഞാൽ, ഒന്ന് ദുബായി പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സമയം വേണം. കൃത്യമായിട്ട് സന്തോഷത്തോടു കൂടി പോകാൻ പറ്റണം. അവിടെ ഇരുന്ന് നമ്മുടെ ബിസിനസ് നമുക്ക് വീക്ഷിക്കാൻ പറ്റണം. ഇതൊക്കെയാണ് വിട്ടുകൊടുത്തിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകരുത്. ഈ സിസ്റ്റവും കമ്പ്യൂട്ടറും സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം, നമ്മുടെ ഒരു ഉദ്ഘാടനത്തിന് ഒരു ഫസ്റ്റ് നമ്മൾ സ്ഥാപനം തുടങ്ങുമ്പോൾ ആദ്യം സിസ്റ്റം ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ ആ തിരക്കിൽ നിന്ന് ചെയ്യും അതൊക്കെ എടുത്തു കൊടുത്തിട്ട് ആ സിസ്റ്റം പൊട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം അത് എന്താ പറയാ പൊട്ടി. ആ സിസ്റ്റം പിന്നെ ഒരിക്കലും നമ്മൾ ശരിയാക്കി എടുക്കല് വലിയ പാടാണ്. സിസ്റ്റത്തിൽ കൂടെ പ്രൊഡക്റ്റ് കയറി കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ കൂടെ തന്നെ അത് വിറ്റ് ഒഴിവാക്കാൻ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മളത് ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ടീമിനെ അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ മാനേജർക്ക് അതിന്റെ ഉത്തരവാദിത്തം കൊടുത്തിട്ടില്ലെങ്കിൽ, ഇവിടെ പ്രൊഡക്റ്റ് നഷ്ടപ്പെടുന്ന ഓരോ പ്രൊഡക്റ്റും എന്നിൽ നിന്ന് ആ ക്യാഷ് പോകും എന്ന് മാനേജർക്ക് ബോധ്യമില്ലെങ്കിൽ, നമ്മൾ അവരിൽ നിന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളിവിടെ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്ത് പ്രൊഡക്റ്റ് മിസ്സായാലും മാനേജർ അണ്ടറിൽ നിന്ന് ആ ക്യാഷ് നമുക്ക് കിട്ടിയിരിക്കണം. നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. മാനേജറിന് ഉത്തരവാദിയാണ്. അതിന് നമുക്ക് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ സൈൻ ചെയ്തത് നമ്മൾ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ അണ്ടറിലാണ് ആ സ്റ്റോക്ക് ഇരിക്കുന്നത്, ഇത്ര ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിലും ആ സ്റ്റോക്ക് എന്നെ ഏൽപ്പിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇറങ്ങാൻ. അവിടെ എന്തെങ്കിലും മിസ്മാച്ച് വന്നാൽ അത് നിങ്ങൾ ക്യാഷ് തന്നല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നമ്മൾ കേസും കോടതിയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ പോകും. നമ്മുടെ വക്കീലുണ്ടായിരിക്കും, നമ്മൾ അങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെ ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടണം. ആ പ്രോഫിറ്റിലൂടെയാണ് നമ്മൾ ബിസിനസ് കൊണ്ടുപോകുന്നത്. ആ പ്രോഫിറ്റിനനുസരിച്ച് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റണം. നമുക്ക് ടെലികോളിംഗ് ഓട്ടോമേഷൻ ചെയ്യാം, നമുക്ക് വരുന്ന വാട്സ്ആപ്പ് മെസ്സേജുകൾ ഓട്ടോമേഷൻ ചെയ്യാം, നമുക്ക് വരുന്ന ലീഡ്സുകൾ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാം, നമ്മളെ സ്റ്റാഫുകളെ നമുക്ക് ഓട്ടോമേഷൻ ചെയ്ത് നിർത്താം, നമ്മളെ എല്ലാ ടീമിനെയും നമുക്ക് ഓട്ടോമേഷൻ ചെയ്ത് നിർത്താൻ പറ്റും. ഇതാണ് ഓട്ടോമേഷൻ മോഡൽ. അപ്പൊ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും നമുക്ക് സുന്ദരമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുകയും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എന്ത് വിറ്റു, എന്ത് പ്രൊഡക്റ്റ് വിറ്റു, അതിൽ നിന്ന് എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, ഞാൻ എത്ര രൂപക്കാണ് വാങ്ങി വെച്ചത്, എത്ര രൂപക്ക് വിറ്റു, അതിന് എത്ര രൂപയ്ക്ക് പ്രോഫിറ്റ് ഉണ്ട്, ഇത് കണ്ടെത്താൻ നമുക്ക് കഴിയണം. എങ്ങനെ ശബന ടൈം? യെസ് സർ, ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. അപ്പോ നമ്മളുടെ ഇന്ന് നമ്മൾ പഠിച്ചത് ബിസിനസ് ഓട്ടോമേഷൻ ആണ്. ഏതൊരു ബിസിനസിന്റെ ഫൗണ്ടറും തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെയായിരിക്കും നമ്മളുടെ കുട്ടികൾ വലുതായി വരുമ്പോൾ കുട്ടികളെ ഏൽപ്പിക്കുക. അപ്പോഴും നമ്മളുടെ ഒരു കരുത്ത് അതിന്റെ കൂടെ വേണ്ടി വരും. ഓട്ടോമേഷൻ സിസ്റ്റത്തിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ബിസിനസ്സിൽ നിന്ന് ആ നമ്മൾക്ക് എന്ത് കിട്ടി എന്നുള്ള ആ മനസ്സമാധാനമാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് എപ്പോഴും ഷാഫി സാറ് പറയാറുള്ളതാണ്. കാരണം നമ്മളൊരു ബിസിനസ്മാൻ ആയി എന്നതിന്റെ പേരിൽ നമ്മളുടെ ഫാമിലിക്ക് നമ്മളെ നഷ്ടപ്പെടരുത്, അവരുടെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവ് എനർജി വരരുത്. അതിന് തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓട്ടോമേഷൻ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെയധികം എഫക്റ്റ് ചെയ്യും. അതിന്റെ റിയൽ ആയിട്ടുള്ള കുറെ മോട്ടിവേഷൻ അല്ല, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സർ ഇവിടെ പറയുന്നത്. സർ ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആയ കാര്യമാണ്. അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് തന്നു.